അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പ്രദേശത്തുള്ള നല്ലവരായ രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി മരണം വരെ ജീവിക്കണമെന്നും ബർസഖി ലോകത്ത് പരലോക ജീവിതത്തിൽ വിചാരണ എളുപ്പമായി കിട്ടാനും അനുഗ്രഹങ്ങളുടെ ലോകമായ സ്വർഗത്തിൽ ഒരിടം ലഭിക്കാൻ മാത്രം നന്മകൾ, സൽക്കർമ്മങ്ങൾ വേണ്ടുവോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന ബോധ്യത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നതും ആ പരിപാടികളിൽ നാം എല്ലാവരും പങ്കാളികളായി മാറുന്നതും. വിശുദ്ധ ഖുർആൻ നമ്മോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള, ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം വമനിഹ്തദ, ആരാണോ നേർമാർഗം പ്രാപിക്കുന്നത്, ഫഇന്നമാ യഹ്തദീ ലിനഫ്സി, അവൻ സ്വന്തത്തിനു വേണ്ടി തന്നെയാണ് നേർമാർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. വമല്ലല്ല, ആരാണോ വഴികേട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഭാഗമായി മാറുന്നത്, ഫഇന്നമാ യളില്ലു അലൈഹാ, അവൻ സ്വന്തത്തെ വഴികേടിലേക്ക്, തെറ്റായ മാർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ്. യഥാർത്ഥ വഴി കണ്ടെത്താനുള്ള ഏറ്റവും വലിയ കാരണം ആ വഴിയെക്കുറിച്ച് അന്വേഷിക്കുക, പഠനവിധേയമാക്കുക എന്നതാണ്. ഭൗതിക ജീവിതത്തിൽ നമുക്ക് തടസ്സമാകുന്ന, പ്രയാസമാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കാനും പഠിക്കാനുമൊക്കെ പ്രായവ്യത്യാസമന്യേ നാം എല്ലാവരും ശ്രമിക്കാറുണ്ട്, മുതിരാറുണ്ട്. അതിനേക്കാൾ ഗൗരവത്തിൽ പ്രാധാന്യത്തോടെ നാം കാണേണ്ട വിഷയമാണല്ലോ പരലോക ജീവിതം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മതപരമായ ഓരോ കാര്യങ്ങളെയും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠന വിധേയമാക്കാനും ആ വിഷയങ്ങളിലെ നിലപാട് കൈക്കൊള്ളാനും വിശ്വാസികളായ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് ഇവിടെ
ഈ നിലക്കൊരു പരിപാടി സംഘടിപ്പിക്കാനുള്ള സാഹചര്യം ഈ മാസം 3-ാം തീയതി ഈ പ്രദേശത്ത് നടന്നതായ സംവാദവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആ സംവാദത്തിലേക്ക് നയിക്കപ്പെട്ട സാഹചര്യം എന്തായിരുന്നു എന്ന് ഇവിടെയുള്ള ഓരോരുത്തർക്കും അറിയുന്നതും മനസ്സിലായിട്ടുള്ളതുമായ കാര്യമാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു സംവാദത്തിന് വേദി ഒരുങ്ങിയതല്ല, മറിച്ച് അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2025 ഓഗസ്റ്റ് 15-ാം തീയതി നബിദിനാഘോഷം പ്രമാണങ്ങളിൽ എന്ന വിഷയം വെച്ചുകൊണ്ട് ഒരു വൈജ്ഞാനികമായ മുഖാമുഖം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുകയുണ്ടായി. ഒരുപാട് ആളുകൾ സംശയങ്ങൾ നേരിട്ട് ചോദിച്ച് ദൂരീകരണം വരുത്തിയ സംവാദമായിരുന്നു അത്. ആ വൈജ്ഞാനിക മുഖാമുഖത്തിന് മറുപടി എന്നോണം 2025 ഓഗസ്റ്റ് 24 നബിദിനം ഇസ്ലാമികം തന്നെ മറുപടി സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. പ്രാമാണികമായ വിശദീകരണമോ മറുപടിയോ തെളിഞ്ഞു വരാത്തതിനാൽ അതിന് സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടായതിനാൽ ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന നിലക്ക് വെല്ലുവിളിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. വീണ്ടും അതിന് കൃത്യമായ ഒരു വിശദീകരണം കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ 2025 ഓഗസ്റ്റ് 30 നബിദിനാഘോഷം ഇസ്ലാമികമാണെന്നോ എന്ന വിഷയത്തിൽ ഈ പ്രദേശത്ത് മറുപടി സംഘടിപ്പിച്ചു. ആ മറുപടിയിലേക്ക് ഒരു കത്തുമായി വന്നു. ആ കത്ത് അവരിൽ നിന്ന് വാങ്ങുകയും നമുക്ക് ഈ വിഷയത്തിൽ ഗണ്ണനങ്ങളുമായി മുന്നോട്ട് പോകാം, ആളുകൾ കാര്യം മനസ്സിലാക്കട്ടെ, ഈ പ്രദേശത്തുള്ള ആളുകൾ നന്നായി ശ്രദ്ധിക്കുന്നവരാണ്, അതുകൊണ്ടവർ മനസ്സിലാക്കട്ടെ എന്ന ഇരുവിഭാഗത്തിനും യോജിപ്പുള്ള നയം, ഒരു കൂട്ടർക്ക് ഇഷ്ടമുള്ളത് ഒരു കൂട്ടർക്ക് വെറുപ്പുള്ളത് എന്നല്ല. വർഷങ്ങളായി കേരള മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ മേഖലയിലും ചർച്ചകളും ഖണ്ഡനങ്ങളുമൊക്കെ ഉള്ള പോലെ തന്നെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന തർക്കങ്ങൾ, ചർച്ചകൾ, അതെല്ലാം ജനങ്ങൾ കേട്ട് എവിടെയാണ് പ്രമാണത്തിൻ്റെ നിലപാട് എന്ന് മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ഖണ്ഡനവുമായി മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഇവിടെ ചർച്ചയായിട്ടുള്ള വിഷയം വെച്ചുകൊണ്ട് തന്നെ 2016 കണ്ണൂർ ജില്ലയിലെ കമ്പിൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പകൽ മുഴുവനും നീണ്ടുനിന്ന സംവാദം നാം നടത്തിയിട്ടുണ്ട്. ഇവിടെ സംവാദത്തിന് വെല്ലുവിളിച്ച മുസ്ലിയാർ അതിൽ പങ്കെടുത്തിരുന്നു. ഇവിടെ മുഖാമുഖത്തിന് പ്രധാനമായും നേതൃത്വം കൊടുത്തിരുന്ന
ബഹുമാനനായ ഫൈസൽ മൗലവി അതിലുണ്ടായിരുന്നു. ഇരു കൂട്ടർക്കും തൃപ്തിയുള്ള, ആശ്വാസമായി തോന്നിയിട്ടുള്ള ആ സംവാദം ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രദർശിപ്പിക്കാം. ഇങ്ങനെ 2 നിലക്കുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. ഖണ്ഡനവുമായി മുന്നോട്ട് പോകാം എന്നത് സമസ്ത ഇന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ അടുത്ത് അവരുടെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യാത്ര നടത്തിയപ്പോൾ ആ യാത്രക്കിടയിൽ അദ്ദേഹം പറഞ്ഞ ഈ വിഷയ സംബന്ധമായ ഒരു കാര്യം അത് കേട്ടാൽ ഇത് ഇന്നും സമസ്ത ഇഷ്ടപ്പെടുന്ന ഒന്നാണ് എന്ന് ബോധ്യമാകും. ആ കാര്യം നമുക്കൊന്ന് കേൾക്കാം. മക്കള് ഇപ്പോൾ അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് അത് വിദ്യാർത്ഥാണെന്നും അത് ഇസ്ലാമിക അല്ല എന്നൊക്കെ പറയണവരായിട്ട് ഒരു വാദപ്രതിവാദം അവർ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇത് പഴയ കാലത്ത് തന്നെ മഹാനാവുന്ന അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ബൗദ്ധദൈവങ്ങളായിട്ട് വാദപ്രതിവാദം നടത്തലുണ്ട്. ഇതൊന്നും ഒരു പുതിയ സംഗതിയല്ല, ഇതൊക്കെ സഹാബത്തിൻ്റെ കാലത്തുള്ള സംഗതി തന്നെയാണ്. അപ്പം എന്തിനാ ഇപ്പോൾ വാദപ്രതിവാദം എന്ന് ചോദിക്കും, എന്തിനാ ഖണ്ഡന പ്രസംഗം ചോദിക്കും? അതൊന്നും ശരിയല്ല. വാദപ്രതിവാദം ആവശ്യമുള്ളിടത്ത് വാദപ്രതിവാദം വേണം, ഖണ്ഡന പ്രസംഗം നടത്തേണ്ടിടത്ത് ഖണ്ഡന പ്രസംഗം വേണം. ഇതൊക്കെ ആവശ്യമാണ്. കേട്ടല്ലോ. അപ്പം ഇത് ആവശ്യമായ ഒരു കാര്യമാണ്. ഖണ്ഡനം നടക്കേണ്ടടുത്ത് അത് നടക്കണം. ഇവിടുത്തെ ഒരു പശ്ചാത്തലത്തിൽ അതാണ് വേണ്ടത് എന്ന് തോന്നി. ഈ വിഷയത്തിൽ മുമ്പ് സംവാദം നടന്നതുകൊണ്ട് അതിനേക്കാൾ പ്രയോജനം ഖണ്ഡനങ്ങളുമായി മുന്നോട്ട് പോകലായിരിക്കും. ആ നിലക്ക് ഈ 2 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. വീണ്ടും സംവാദത്തിന് തയ്യാറാകുന്നില്ല, പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് മറുപടിയുമായി വന്നു. അതിനുശേഷം അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന വിഷയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വീണ്ടും ഇവിടെ സംസാരിക്കുകയുണ്ടായി. ആ സംസാരത്തിൽ അവരോട് പറഞ്ഞു, ഖണ്ഡനവുമായി മുന്നോട്ട് പോകുക എന്ന ഒരു പേടി നിങ്ങൾക്കുണ്ട്. ആളുകൾ കൂടുതലായി കാര്യങ്ങൾ ശ്രദ്ധിച്ചു വരും എന്നതുകൊണ്ടാകാം. കമ്പിൽ സംവാദം ഒരുമിച്ച് പ്രദർശിപ്പിക്കാൻ നിങ്ങൾ ധൈര്യപ്പെടുന്നില്ല. ആ സംവാദത്തിൽ നിങ്ങൾക്കുണ്ടായ പരാജയം, നിങ്ങൾക്കുണ്ടായ അപജയം ഇപ്പോഴും നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടാകും എന്നതുകൊണ്ടാകാം അതിനും നിങ്ങൾ മുതിരുന്നില്ല. എന്നാൽ നിങ്ങൾക്കാവശ്യം ഈ വിഷയത്തിൽ ഒരു സംവാദമാണ്. നിങ്ങൾ അതിനു വേണ്ടിയാണ് ശബ്ദമിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വ്യവസ്ഥ എഴുതുക എന്ന ഒരു ഇടയിരുത്തമില്ലാതെ ഇരുഭാഗത്തു നിന്നും നിശ്ചയിക്കപ്പെടുന്ന ആളുകൾ പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിച്ച് ഇൻഷാ അല്ലാഹ് നേരിട്ട് നമുക്ക് സംവാദത്തിനിരിക്കാം. ഈ ചർച്ചയുടെ ഈ ഒരു മുന്നോട്ട് പോക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനുവരി 3 ഈ പ്രദേശം സംവാദവേദി ആയതും മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ ആ വിഷയ സംബന്ധമായി ഉണ്ടായതും. അതിനുശേഷം വലിയ വിജയാരവം അല്ലെങ്കിൽ ഉജ്ജ്വലമായ വിജയം നേടി എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ സാഹിത്യ മത്സരങ്ങളിലും കലോത്സവങ്ങളിലുമൊക്കെ വിജയിച്ചു എന്നത് ആഘോഷിക്കുന്ന പോലെ അതിനുവേണ്ടി പ്രത്യേക കാര്യങ്ങൾ വിതരണം ചെയ്യലും ആദരിക്കലും മറ്റുമൊക്കെയായി ഇവിടെ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് കൃത്യമായ ഒരു വിശദീകരണം എന്താണ് അവിടെ സംഭവിച്ചത്, അതിൻ്റെ അകം എന്താണ്, അത് എല്ലാവർക്കും ബോധ്യമാകുന്ന രൂപത്തിൽ സത്യസന്ധമായി ഉണർത്തണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ വീണ്ടും ഒരുമിച്ചിട്ടുള്ളത്. 2 കൂട്ടരും കൃത്യമായ വാദം അതിൽ വെച്ചിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുക, ആഘോഷിക്കുക എന്നത് ഉത്തമ തലമുറയിൽ ഇല്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷങ്ങളിൽ കാണിച്ചിട്ടില്ല, സ്വഹാബത്തിൻ്റെ ജീവിതത്തിലില്ല. അവരെ പിൻപറ്റി വന്നവരോ പിന്നീട് വന്നവരോ ആ നിലക്കൊരു കാര്യം പഠിപ്പിക്കുകയോ
കാണിക്കുകയോ ചെയ്തിട്ടില്ല. ഇതായിരുന്നു വാദം, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വാദം. അതുകൊണ്ട് അതിനെ ഇബാദത്താക്കാൻ പാടില്ല, അത് ദുരാചാരമാണ്. മറുഭാഗം വാദമെഴുതിയതോ അത് പുണ്യകർമ്മമാണ്, ശിർക്കാണെന്ന വിധി ശരിയല്ല. നബിദിനാഘോഷം പുണ്യകർമ്മമാണ് എന്ന് തെളിയിക്കലായിരുന്നു അവരുടെ ബാധ്യത. സംവാദമാകുമ്പോൾ അതിൻ്റെ രേഖയെന്നോണം കത്തുകൾ കൈമാറും. ഒന്നാമത്തെ കത്ത് അവർ തന്നത് അവരുടെ സമ്മേളനത്തിൻ്റെ ലെറ്റർ ഹെഡിലാണ്. ആ സമയത്ത് നമ്മൾ പറഞ്ഞു, ഇതൊരു സംവാദമാണല്ലോ, ഒരു താൽക്കാലിക ലെറ്റർ ഹെഡ് പോരാ. പിന്നെ സമ്മേളനം കഴിഞ്ഞാൽ ആ ലെറ്റർ ഹെഡിൻ്റെ കാലം കഴിഞ്ഞു. അതുകൊണ്ട് ഈ നിലക്കുള്ള രേഖ മതിയാവുകയില്ല. നമ്മൾ കൃത്യമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന രേഖയിൽ തന്നെയാണ് കൊടുത്തത്. വീണ്ടും അവർ കത്തുമായിട്ട് വന്നു. അപ്പോഴും അതേ ലെറ്റർ ഹെഡാണ്, സമ്മേളന ലെറ്റർ ഹെഡ് തന്നെയാണ്. അപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടു, ആ രൂപത്തിലല്ല വേണ്ടത്. സമസ്ത എന്ന് പറയുമ്പോൾ അതിലൊരു മുഷാവറയുണ്ടല്ലോ, ഒരു പണ്ഡിത സഭയുണ്ടല്ലോ, അതിൻ്റെ ലെറ്റർ ഹെഡ് ആവശ്യമാണ്. അല്ലെങ്കിൽ ആ സമസ്തയുടെ ഭാഗമായി അറിയപ്പെടുന്ന ഒരു സംഘമുണ്ടല്ലോ, അതിൻ്റെ ലെറ്റർ ഹെഡ് ആവശ്യമാണ്. അതൊന്നും ചെവി കൊടുക്കാതെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്ന ലെറ്റർ ഹെഡുമായി വീണ്ടും വന്നു. അപ്പോഴും അവരോട് പറഞ്ഞു, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ അല്ലല്ലോ, സമസ്ത എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പരിചയമുള്ള ഒരു സംവിധാനമുണ്ട്, അതിൻ്റെ ലെറ്റർ ഹെഡിലാണ് വേണ്ടത്. അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്ന് 6 എഴുത്തുകളും നമ്മുടെ ഭാഗത്ത് നിന്ന് 4 എഴുത്തുകളുമാണ് പരസ്പരം കൈമാറിയത്. SKSSF എന്ന അവരുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ തന്നെ കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ആ സംവാദത്തിന് വേദിയായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ പശ്ചാത്തലമാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് ബഹുമാനായ ഫൈസൽ മൗലവി വിഷയം ഏത് വാദത്തിലാണോ ആ വാദം കൃത്യമായി തെളിവുകൾ നിരത്തി സ്ഥാപിച്ചു. ഉത്തമ തലമുറയില്ലാത്ത, ആരാധന എന്ന് പരിചയപ്പെടുത്താൻ പറ്റാത്ത, ലോകത്ത് ഷിയാക്കൾ കൊണ്ടുവന്ന, സൂഫികൾ ഏറ്റെടുത്ത ആ നിലക്കുള്ള ഷിയാ സൂഫി ആഘോഷമാണ്, ദീനുമായി ബന്ധപ്പെടുത്തേണ്ട ഒന്നല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി. മറുഭാഗം ഒന്നാമത്തെ വിഷയാവതരണം കേട്ടതുകൊണ്ടുള്ള പേടിയാണോ വെപ്രാളമാണോ എന്നൊന്നും അറിയില്ല, വാദത്തെ തകർക്കുന്ന രൂപത്തിലായിരുന്നു വിഷയം അവതരിപ്പിച്ചത്. ഒരു വാദമാകുമ്പോൾ ആ വാദത്തെ സ്ഥാപിക്കാനുള്ള തെളിവുകളാണല്ലോ വേണ്ടത്. പക്ഷേ വാദം എന്തെന്ന് പോലും കൃത്യമായി മനസ്സിലാക്കാതെ, ഇസ്ലാമിക പ്രമാണങ്ങൾ അടിസ്ഥാനപരമായി പഠിപ്പിച്ചിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളുമൊക്കെ ഓതിയിട്ടാണ് അവരുടെ വാദത്തെ വളച്ച് സ്ഥാപിക്കാൻ അവർ പണിയെടുത്തത്. അവരുടെ ഭാഗത്ത് നിന്ന് വിഷയം അവതരിപ്പിച്ച വ്യക്തി ആ വാദം തെളിയിക്കാൻ വേണ്ടി സൂറത്ത് യാസീനിലെ ആയത്തോതി, വനക്തു മാ ഖദ്ദമു ആസാറഹും, അവർ ചെയ്തു വെച്ചതിൻ്റെ ആസാറുകൾ, അനന്തരഫലം അവർക്ക് വേണ്ടി എഴുതി വെക്കുമെന്ന ആയത്ത്. അതുപോലെ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, ഇസ്ലാമിൽ ഒരു നല്ലതായ സുന്നത്ത് ആരാണോ നടപ്പിലാക്കിയത് അവർക്ക് അതിൻ്റെ കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസും അതിനോട് ചേർത്ത് വായിച്ചു. ആ ആയത്തും ഹദീസും വായിച്ച് അദ്ദേഹം പറയാൻ ശ്രമിച്ച കാര്യം എന്തായിരുന്നു എന്ന് നമ്മൾ ഒന്ന് കേൾക്കുക. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന എന്ന ഹദീസ്, പ്രസിദ്ധമായ ഹദീസ് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ കൊണ്ടുവരികയാണ്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ എന്ന ഹദീസിൽ മുൻകാലങ്ങളിൽ ഉള്ള നന്മയും ശേഷം ഉള്ള നന്മയും പെടും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ? കേട്ടല്ലോ, മുൻകാലത്തുള്ള നന്മയും ശേഷമുള്ള നന്മയും പെടും എന്ന് പഠിപ്പിക്കുന്ന
ഹദീസ്, അതുമായി ബന്ധപ്പെട്ടുള്ള ആയത്ത് ഇതാണ് തെളിവായി കൊണ്ടുവന്നത്. സംവാദത്തിൽ കുറഞ്ഞ സമയത്തിൽ ബഹുമാനായ ഫൈസൽ മൗലവി കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. അവിടെ കുറഞ്ഞ ഒരു സമയമാണ്, ആ സമയത്തിനകം അതവരെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് ബോധ്യമായിട്ടില്ല. അതുകൊണ്ട് മതിയാകുന്ന ഒരു വ്യക്തത ആ വിഷയത്തിൽ വരുത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കിൽ തന്നെ നോക്കൂ നിങ്ങൾ, മുൻകാലത്തുള്ളതും പിന്നീടുള്ളതും. മുൻകാലത്തുള്ളത് എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ അടിസ്ഥാനപരമായി ഉള്ളതാണ്. അടിസ്ഥാനപരമായി ഉള്ള ഒരു നന്മയെ ലോകാവസാനം വരെ ആര് ചെയ്ത് കാണിച്ചു കൊടുത്താലും മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന എന്ന ആ ഹദീസിൻ്റെ തെളിവ് അതിൻ്റെ ഭാഗമാണത്. അല്ലാതെ ഓരോരുത്തർക്കും തോന്നിയത് നീ ഇത്ര നിസ്കരിച്ചോ, നീ ഇങ്ങനെ ചെയ്തോ, നീ അങ്ങനെ ചെയ്തോ എന്ന് പറയലല്ല മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന എന്ന ഹദീസിൻ്റെ താല്പര്യം. ഇസ്ലാമിക വൃത്തത്തിൽ അടിസ്ഥാനപരമായി ഉള്ള ഒന്നാണ്. ആ ഉള്ള ഒന്നിനെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രൂപത്തിൽ പറഞ്ഞും ചെയ്തും കാണിച്ചു കൊടുക്കുക. ഈ ആയത്തും ഈ ഹദീസും വെച്ച് ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു ആഘോഷത്തെ എങ്ങനെയാണ് സഹോദരങ്ങളെ തെളിയിക്കാൻ സാധിക്കുക? അപ്പൊ തെളിവായി ഉദ്ധരിച്ച കാര്യം തൻ്റെ വാദത്തെ തകർക്കുന്നതാണെന്ന് പോലും സംവാദത്തിൽ നേരിട്ട് വന്ന മുസ്ലിയാക്കന്മാർക്ക് ചിന്തിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വാദം തെളിയിക്കാൻ, അതിനെ സ്ഥാപിക്കാൻ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ. ഒരു കാര്യം ഇബാദത്താകട്ടെ അല്ലാതിരിക്കട്ടെ, ഒരു കാര്യം, ഒരു പുതിയതായ ഒരു കാര്യം ബിദ്അത്താകണമെങ്കിൽ, ദുരാചാരമാകണമെങ്കിൽ 2 നിബന്ധനയുണ്ട്. ഇത് റസൂലിന്റെ അധ്യാപനമാണ്. ഒന്ന്, ആ കാര്യം പുതിയതായിരിക്കണം. മറ്റൊന്ന്, ദീനിൽ പെടാത്തതായിരിക്കണം, അഥവാ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായതാവണം. കേട്ടല്ലോ, ഒരു കാര്യം ബിദ്അത്ത്, അനാചാരമാകണമെങ്കിൽ അത് ഇസ്ലാമിൽ ഇല്ലാത്തതാകണം, അതുപോലെ തന്നെ ഇസ്ലാമിലുള്ളതിന് വിരുദ്ധമാകണം. 2 നിബന്ധനകളാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 2 നിബന്ധനകൾ വെച്ച് നബിദിനാഘോഷം പൊളിഞ്ഞതാണ്, അതൊരിക്കലും ദീനിൽ ഇല്ലാത്തതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് തന്നെ അത് തെളിയുകയാണ്. ഇസ്ലാമിൽ ഉത്തമ തലമുറയിൽ അത് ഇല്ല എന്നത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. സംവാദത്തിൽ ആവർത്തിച്ച് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ? സ്വഹാബത്ത് ആരെങ്കിലും ചെയ്തോ? താബിഈങ്ങൾ ചെയ്തോ? താബിഈങ്ങൾ ചെയ്തോ? ഈ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല. അവിടെ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞു, ഇരുകൂട്ടരും ഐക്യപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കും തർക്കമില്ല, ഞങ്ങൾക്കും തർക്കമില്ല. അതുകൊണ്ട് ഇലാ കലിമത്തിൻ സവായിൻ ബൈനനാ വബൈനക്കും, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ തുല്യമായ കലിമത്തിലേക്ക്, ആ നിലപാടിലേക്ക് നിങ്ങൾ വരൂ എന്ന് ഫൈസൽ മൗലവി അവരോട് പറഞ്ഞു. അപ്പോ ദീനിൽ ഇല്ലാത്ത ഒന്ന്, അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മൻ അഹദസ ഫി അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ ഇല്ലാത്ത ഒന്ന് പുതുതായി ഉണ്ടാക്കി ആര് കൊണ്ടുവന്നാലും അത് തള്ളിക്കളയണം, അത് സ്വീകരിക്കാൻ പാടില്ല. ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്, പിന്നീട് മുളഫർ രാജാവ് ഏറ്റെടുത്തതാണ്. അതെങ്ങനെയാണ് സഹോദരങ്ങളെ ദീനിൽ അടിസ്ഥാനപരമായി ഉള്ളതാണെന്ന് തെളിയിക്കപ്പെടുക? ഉത്തമ തലമുറക്ക് ശേഷം ഉണ്ടാക്കപ്പെട്ട ഒരു കാര്യത്തെ ദീനാക്കി മാറ്റാൻ എങ്ങനെയാണ് സാധിക്കുക? പിന്നെ അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ ഒരു വാക്കാണ് അദ്ദേഹത്തിന്റെ വാദം സ്ഥാപിക്കാൻ വേണ്ടി ഉദ്ധരിച്ചത്. അതുകൂടി കേൾക്കുക. സാക്ഷാൽ ഇബ്നു തൈമിയ, നിങ്ങളുടെ ആചാര്യനായ ഇബ്നു തൈമിയ പോലും എന്താ പറഞ്ഞത്? വമാ ഖാലഫൻ നുസൂസ ഫഹുവ ബിദ്അ ബിത്തിഫാഖിൽ മുസ്ലിമീൻ. വമാ ഖാലഫൻ നുസൂസ, പ്രമാണങ്ങൾക്ക് വിരുദ്ധമായാൽ അത് ബിദ്അത്താണ്. വമാ ലം യുഅലം അന്നഹു ഖാലഫഹാ ഫഖദ് ലാ യുസമ്മാ ബിദ്അ, പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലെങ്കിൽ അത് ബിദ്അത്താവൂല എന്ന് സാക്ഷാൽ ഇബ്നു തൈമിയ പോലും എഴുതി വെച്ചിട്ടുണ്ട്. കേട്ടല്ലോ, പ്രമാണങ്ങൾക്ക് വിരുദ്ധമായാൽ അത് ബിദ്അത്താണ്, പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലെങ്കിൽ ബിദ്അത്തല്ല. നബിദിനാഘോഷം പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്, അത് ഗണ്യമാക്കപ്പെട്ട കാര്യമാണ്.
ഒരായത്ത് കൊണ്ട് പോലും തെളിയിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ട്? ആയത്തിലുണ്ടെങ്കിൽ അതാദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യും. ഇനി ആയത്തിൽ ഉണ്ടായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ലെങ്കിൽ അവിടുന്ന് കുറ്റക്കാരനാണ് എന്ന വിധി നിങ്ങൾ പറയേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല. അതുപോലെ തന്നെ അത് പുണ്യമുള്ള ഒരു പ്രവൃത്തിയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ ഉണ്ടാകും. അവിടുന്നിൻ്റെ അധ്യാപനങ്ങളിൽ ഉണ്ടായിട്ട് സ്വഹാബത്ത് ചെയ്തില്ല എങ്കിൽ അവരൊന്നടങ്കം ഒരു ഇബാദത്ത് ഒഴിവാക്കി എന്നല്ലേ? അങ്ങനെ ഒരു കാര്യം സ്വഹാബത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ? ഇല്ല എന്നുറപ്പാണ്. അപ്പോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ വാക്ക് പുണ്യകർമ്മമാണ് എന്ന് തെളിയിക്കാൻ കൊണ്ടുവന്നപ്പോൾ അത് ദുരാചാരമാണ്, അനാചാരമാണ്, ആ വാക്കുകൊണ്ട് തെളിയുകയാണ്. പിന്നെയോ 2 ആയത്തുകൾ ഓതി. ആ 2 ആയത്തുകൾ ഓതിയിട്ട് പൗരാണികമായ ഒരു തഫ്സീറിൽ ഉണ്ട് എന്ന് പറഞ്ഞു. ആ 2 ആയത്ത് ഓതുന്നതും ആ പറയുന്നതും ഒന്ന് കേൾക്കുക. ഇതിലെ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ഏറ്റവും പൗരാണിക തഫ്സീർ ഗ്രന്ഥത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്? സൂറത്ത് യൂനുസിലെ ഖുൽ ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും സന്തോഷിക്കുക എന്ന ആ ആയത്തും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, പ്രവാചകരെ ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നിങ്ങളെ നിയോഗിച്ചിട്ടില്ല എന്ന ആയത്തും, ഈ 2 ആയത്തിലും റഹ്മത്തുണ്ട്. പക്ഷേ സൂറത്ത് യൂനുസിലെ റഹ്മത്തല്ല സൂറത്ത് അംബിയായിലെ റഹ്മത്ത്. സൂറത്ത് യൂനുസിലെ റഹ്മത്ത് ഏതാണ്? അതിലേറ്റവും പ്രബലമായ അഭിപ്രായം ആ ആയത്തിന്റെ അപ്പുറവും ഇപ്പുറവും നമ്മളെ പഠിപ്പിക്കുന്നു അത് അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനാണ്. ആ ഖുർആനെ വായിക്കലും പഠിക്കലും പഠിപ്പിക്കലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കലും അതിലുള്ള വിധികളെ സ്വീകരിക്കലും ദുന്യാവിൽ നാം സ്വരൂപിച്ചു കൂട്ടുന്ന, സമ്പാദിച്ചു കൂട്ടുന്ന, ഒരുമിച്ച് കൂട്ടുന്ന എല്ലാ കാര്യങ്ങളെക്കാളും നിങ്ങൾക്ക് നല്ലത് അതാണെന്ന് പഠിപ്പിച്ച ആയത്ത്, ആ ആയത്തെടുത്തിട്ട് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആയത്തിലേക്ക് ചേർത്ത് വെക്കും. തട്ടിപ്പാണ് ശരിക്കും. 2 ആയത്തിലുള്ളത് 2 വിഷയങ്ങളാണ്. ആ 2 വിഷയങ്ങളെ ഒന്നാക്കി മാറ്റി ജനങ്ങളെ കബളിപ്പിക്കുക. എന്നിട്ടോ അതിന് വളരെ പൗരാണികമായ തഫ്സീറിൽ ഉണ്ടെന്ന് പറഞ്ഞു. ആ സംവാദം കഴിയുന്നത് വരെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഒരു തഫ്സീർ ഉദ്ധരിക്കാൻ മുസ്ലിയാക്കന്മാർക്ക്, ഉസ്താദമാർക്ക് സാധിച്ചിട്ടില്ല എന്നത് അതിലെ ഓരോ വാചകം എടുത്തു പരിശോധിച്ചാലും തെളിഞ്ഞു കിട്ടുന്ന ഒന്നാണ്. ആർക്കും പരിശോധിക്കാം. അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഒരൊറ്റ തഫ്സീർ ഉദ്ധരിച്ചിട്ടില്ല. ഒരു സൂഫിയുടെ തഫ്സീർ വായിച്ചു, അതാർക്ക് ആവശ്യമുള്ളത്? സൂഫികൾ കൊണ്ട് നടക്കുന്ന ആഘോഷത്തിന് അവരെ തഫ്സീർ തെളിവാക്കുന്നത് ആര് സ്വീകരിക്കാനാണ്? അതൊരിക്കലും പാടില്ല. പക്ഷേ ഇവിടെ ആഘോഷം, വിജയാഘോഷം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ അവരുടെ മുഷാവറയിൽപ്പെട്ട ഒരു ഉസ്താദ് പങ്കെടുത്തിരുന്നു. ആ മുഷാവറയിൽപ്പെട്ട ഉസ്താദ് ഈ വിഷയാവതരണത്തെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞ ഒരു കളവുണ്ട്, ഒരു തെറ്റിദ്ധരിപ്പിക്കലുണ്ട്. അത് കൃത്യമായി നമ്മളൊന്ന് കേൾക്കുക. 2 ആയത്തുകൾ ഓതി. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അതുപോലെ തന്നെ മറ്റൊരു ആയത്ത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്താകുന്നു. പരിശുദ്ധ ഖുർആൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണേ. ഈ 2 ആയത്തുകൾ, ഈ 2 ആയത്തുകൾ ഓതി. നമ്മുടെ സ്വന്തം വക വിശദീകരണമല്ല, വ്യാഖ്യാനമല്ല. ബഹുമാനപ്പെട്ട നമ്മുടെ ശിഹാബുദ്ദീൻ അൻവരി വിശദീകരിച്ചു. ഏറ്റവും പ്രാമാണികവും പൗരാണികവുമായ മുഫസ്സിറുകളെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കണേ എന്ന് പറയുമ്പോൾ ആ റഹ്മത്ത് കൊണ്ടുള്ള, കേട്ടല്ലോ, ഏറ്റവും പ്രബലവും പൗരാണികവുമായ തഫ്സീറുകൾ കൊണ്ട് വിഷയാവതാരകൻ തെളിയിച്ചു എന്നാണ്. എന്തിനായി കളവ് പറയുന്നത്? എന്തിനായി ഇങ്ങനെ കബളിപ്പിക്കുന്നത്?
അവിടെ ഇരുന്ന് കേട്ടവരാണല്ലോ ഞങ്ങളൊക്കെ. നിങ്ങളത് പുറത്തുനിന്ന് കേട്ടവരല്ലേ? വിഷയാവതരണം 15 മിനിറ്റ് മുന്നോട്ട് പോയിട്ട് ഈ 2 ആയത്തുകൾക്ക് വേണ്ടി ഒരു തഫ്സീർ പോലും വായിച്ചിട്ടില്ല. എന്നിട്ടാണ് ആഘോഷവേളയിൽ കളവ് ജനമധ്യത്തിൽ പറയുന്നത്. പോകട്ടെ, ആ സംവാദം തീരുന്നത് വരെ ഒന്ന് പോലും വായിച്ചിരുന്നെങ്കിൽ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഏതെങ്കിലും ഒരു തഫ്സീർ വായിച്ചിരുന്നുവെങ്കിൽ ഈ വാക്കിനെ നമുക്ക് പരിഗണിക്കാമായിരുന്നു. അപ്പൊ സഹോദരങ്ങളെ, ഈ നിലക്ക് ആളുകളെ കബളിപ്പിച്ച്, അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ആളുകളെ പറഞ്ഞ് കേൾപ്പിച്ച്, ആയത്തുകളെ പച്ചയായി ദുർവ്യാഖ്യാനിച്ച്, അതിനുവേണ്ടി പണ്ഡിതന്മാരെ കൂട്ടുപിടിച്ച് ഒരു ദുരാചാരത്തെ പുണ്യകർമ്മമാക്കാനുള്ള പ്രയത്നമായിരുന്നു അവർ നടത്തിയിരുന്നത്. ആ പ്രയത്നം ഫലം കണ്ടില്ല എന്നായപ്പോൾ ചില ആളുകൾ പറഞ്ഞു, നവീനവാദികൾക്ക് പണി കിട്ടിയ സംവാദമാണ്. ചില ആളുകൾ ഒളിച്ചിരുന്ന് ഓട്ടയടക്കാൻ നോക്കിയിരുന്നു. പക്ഷേ അവർ ഓട്ടയടക്കുന്നുണ്ട്, അത് ഒട്ടുന്നില്ല. സുപ്രഭാതത്തിൽ ആ നിലക്ക് നവീനവാദികൾക്ക് പതനം വന്നിരിക്കുന്നു, അവർക്ക് തിരിച്ചടിയായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ലേഖനമെഴുതിയ മുസ്ലിയാക്കന്മാരുണ്ടായിരുന്നു. എന്തിനാണ് അങ്ങനെ ഓട്ടയടക്കുന്ന ലേഖനമെഴുതിയത്? മാന്യമായ നിലക്ക് ആ സംവാദത്തിൽ നടന്ന കാര്യങ്ങളെ വിലയിരുത്താമായിരുന്നല്ലോ. അതൊരിക്കലും ഉണ്ടായിട്ടില്ല. എന്നിട്ടോ മഹാനായ KM മൗലവി റഹിമഉള്ള, അതേപോലെ തന്നെ EK മൗലവി റഹിമഉള്ള, അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞ് അവരെ ഇങ്ങനെ വാഴ്ത്തി, അവരെ ഇങ്ങനെ പുകഴ്ത്തി, അവരെ പ്രശംസിച്ച് സമയം കളഞ്ഞു എന്നല്ലാതെ മറുഭാഗത്തുള്ള മുസ്ലിയാക്കന്മാർ എന്താണ് വിഷയസംബന്ധമായി ചെയ്തത്? അപ്പോൾ സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പഴയകാല നേതാക്കന്മാർ ഈ നിലക്കുള്ള കാര്യങ്ങൾ ചെയ്തവരും ആഘോഷിച്ചവരും അതൊക്കെ പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞവരുമാണല്ലോ. ആ നിലക്ക് ശബ്ദമുയർത്താനാണ് നോക്കിയത്. അവരുടെ വിചാരം ഇതൊക്കെ ഇപ്പോൾ ആളുകൾ കേൾക്കുന്നതാണ്, അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധയിൽ വരുന്നതാണ് എന്ന നിലക്കായിരിക്കാം. എത്ര കാലമായി മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ, സലഫികൾക്ക് നേരെ ഈ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു. ശക്തമായ ആരോപണമാണ്. എന്തുകൊണ്ട്? ആ പണ്ഡിതന്മാർ അവരുടെ ലേഖനങ്ങളിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയത്? അവരുടെ പരാമർശങ്ങൾ എന്താണ്? അതുപോലെ തന്നെ അവർ ആ ലേഖനം എഴുതിയതിലെ ലക്ഷ്യമെന്തായിരുന്നു? അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കവേ അവർ പറഞ്ഞ ഏതാനും വാക്കുകൾ, വരികൾ മാത്രം എടുത്ത് അത് ഫ്ലക്സുകളിലും പോസ്റ്ററുകളിലും നോട്ടീസുകളിലും ജനമധ്യത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന ആളുകളെ കബളിപ്പിക്കുന്ന ഒരു പണിയല്ലേ നിങ്ങൾ ഇത്രയും കാലം ചെയ്തു വന്നിരുന്നത്? അപ്പൊ കാലങ്ങളായി ചെയ്തു വരുന്ന ഒരു വിഷയം എന്തോ ഒരു പുതിയ കാര്യമാണ് എന്ന് കരുതിയിട്ട് ആ സംവാദത്തിൽ അതങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ആവർത്തിച്ചുകൊണ്ട് അവരുടെ ഒരു ആഗ്രഹം അവർ പുറത്തിട്ടു. അതൊന്ന് കേൾക്കുക. നമ്മൾ ഇരുകൂട്ടരും അംഗീകരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഇരുകൂട്ടരും നേരത്തെ യോജിച്ചിരുന്ന ഒരു കാര്യം, ആ യോജിപ്പിൽ നിന്ന് തഹരീഫ് സംഭവിച്ച് മുൻഹരിഫായി പോയ നിങ്ങളാണ് നിലപാട് പുനഃപരിശോധിക്കേണ്ടത്. അതുകൊണ്ട് ഈ ചോദ്യം നെഞ്ചത്ത് തറക്കുന്നത് KM മൗലവിയുടെ നെഞ്ചത്തേക്കാണ്, EK മൗലവിയുടെ നെഞ്ചത്തേക്കാണ്. കേട്ടല്ലോ, ആ പണ്ഡിതന്മാരുടെ നെഞ്ചത്തേക്കാണ് തറക്കുന്നത്. അതുകൊണ്ട് അന്ന് അവർ ചെയ്ത കാര്യത്തിലേക്ക്, അതിൽ നിന്ന് തെറ്റിപ്പോയ നിങ്ങൾ അതിലേക്ക് തിരിച്ചു വരിക എന്നാണ്. ഇവരൊക്കെ ഏത് അൽ ഇർഷാദും ഏത് അൽ മുർഷിദുമാണ് വായിച്ചത് നമുക്കറിയില്ല. പച്ച മലയാളത്തിലേക്ക്, അറബി മലയാളത്തിലുള്ള ആ ലേഖനങ്ങൾ ആർക്കും വായിക്കാവുന്ന രൂപത്തിൽ പച്ച മലയാളത്തിലേക്ക് വ്യത്യസ്തങ്ങളായ തലവാചകങ്ങളിലൂടെ വർഷങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം പുറത്തിട്ടിട്ട്, അതിൽ പേടിക്കാൻ മാത്രം, ഭയക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മുജാഹിദുകൾ തൊടുവോ? അതിൻ്റെ രീതിയിൽ ഒഴിവാക്കും. പക്ഷേ ആ കാര്യങ്ങൾ മുൻകാല മുജാഹിദ് പണ്ഡിതന്മാരും നബിദിനാഘോഷവും എന്ന നിലക്ക് അതൊക്കെ എത്രയോ തവണ അൽ ഇർഷാദിലും അൽ മുർഷിദിലും വന്ന കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.
എന്തായിരുന്നു? അൽ ഇർഷാദിൽ വന്ന കാര്യം നോക്കൂ നിങ്ങൾ. എന്നാൽ റബീഉൽ അവ്വലിൽ മൗലിദ് കഴിക്കുന്നത് മുസ്ലിമീങ്ങളുടെ സർവ്വസാധാരണമായ ഒരു ആദത്തായി തീരുകയാൽ അത് കഴിവുള്ളവരുടെ മേൽ വാജിബോ സുന്നത്തോ ആയിട്ടുള്ള ഒരു ദീനീയായ അമലാണെന്നും അതിനെ ഉപേക്ഷിക്കുന്നവർ തീർച്ചയായും ആക്ഷേപാർഹരാണെന്നും ജനങ്ങൾ പൊതുവെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ അമലിൻ്റെ താരീഖും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ശറഇന്റെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഹുക്കുമും പൊതുജനങ്ങൾ അറിയിക്കുന്നത് ആവശ്യമാകയാൽ അവയെക്കുറിച്ച് അല്പം വിവരിക്കാം. എന്നാണ് ഇതുണ്ടായത്? അതിനെ പണ്ഡിതന്മാരെങ്ങനെയാണ് കണ്ടത്? സാധാരണക്കാരെങ്ങനെയാണ് കണ്ടത്? എന്തൊരു നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഈ മൗലിദിൻ്റെ ചരിത്രം പറയാൻ വേണ്ടിയാണ് അവർ ലേഖനം എഴുതിയത്. തീർന്നില്ല. ഇനി ഇപ്രകാരമുള്ള മൗലിദിൻ്റെ കാര്യത്തിൽ ഉലമാഉ ശറഅ് പറഞ്ഞിട്ടുള്ള ഹുക്കുമ് എന്താണെന്ന് ചിന്തിക്കാം. ഉലമാക്കളിൽ ചിലർ ഇത് മദ്മൂമത്തായ ആക്ഷേപാർഹമായ ബിദ്അത്താണെന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ഇത് ദീനിൽ നിയമമാക്കപ്പെട്ടത് അല്ലാതിരിക്കവേ ഒരു മതാചാരമായി എന്നു മാത്രമല്ല ഒരു ദീനിയായ ഇബാദത്തായി എണ്ണപ്പെടുന്നു. പൊതുജനങ്ങൾ ഇത് മശ്ഹൂറാണെന്ന് വിചാരിച്ചു വരുന്നു. വേറെ ചില ഉലമാക്കൾ പറയുന്നത് ഇത് ഹസനത്തായ നല്ലതായ ബിദ്അത്താണെന്നാണ്. ഇങ്ങനെ ഇത് വെറുക്കപ്പെട്ടതാണ്, നല്ലതാണ് എന്ന നിലക്കുള്ള അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട് എന്നാണ് അവർ വിശദീകരിച്ചത്. എന്നിട്ടോ മഹാനായ മാലിക്കി പണ്ഡിതൻ ഇബ്നുൽ ഹാജ് റഹിമഹുള്ളയുടെ വാചകമാണ് തെളിവായി കൊടുത്തത്. ഇവിടെ അൽ ഇർഷാദിൽ കൊടുത്തു. എന്താ കൊടുത്തത്? അവരുടെ മദ്ഖൽ എന്ന കിതാബിൽ ഇങ്ങനെ പറയുന്നു: ഹറാമോ മക്റൂഹോ ഖിലാഫുൽ ഔലയോ ആയ യാതൊരു സംഗീതവും വിനോദവും മറ്റും ഒന്നും കൂടാതെ തന്നെ മൗലിദ് കഴിക്കുന്നതായാലും മൗലിദ് എന്ന നിയ്യത്ത് കൊണ്ട് തന്നെ അത് ബിദ്അത്താകുന്നു. ആ നിയ്യത്ത് കൊണ്ട് തന്നെ ബിദ്അത്താകുന്നു. എന്തുകൊണ്ടെന്നാൽ അത് ദീനിൽ ഏറ്റലാണ്, ദീനിലേക്ക് കടത്തിക്കൂട്ടിയതാണ്. പൂർവികരായ സലഫീങ്ങളുടെ അമലിൽ പെട്ടതല്ല. സലഫീങ്ങളോട് തുടരുന്നതാകുന്നു ഏറ്റവും നല്ലത് എന്നു മാത്രമല്ല, അവരുടെ നടപടിക്ക് വിരോധമായി ഒരു നിയ്യത്ത് കൂടി ഏറ്റാതിരിക്കൽ ഏറ്റവും നിർബന്ധമായിട്ടുള്ളതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനോട് തുടരുന്നതിലും നബിയെയും നബിയുടെ സുന്നത്തിനെയും തഅലീം ചെയ്യുന്നതിലും ജനങ്ങളിൽ നിന്ന് ഏറ്റവും അധികം ശ്രദ്ധയും ഉത്സാഹവുമുള്ളവർ അവർ സലഫീങ്ങൾ തന്നെയായിരുന്നു. ഉത്തമ തലമുറയിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇബാദത്താക്കാൻ പാടില്ല, ദുരാചാരമാണ് എന്ന മുജാഹിദ് പക്ഷം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എഴുതിയ നിലപാട്, ആ നിലപാടുമായി ബന്ധപ്പെട്ട വരികളാണ് അൽ ഇർഷാദിലും അൽ മുർഷി എല്ലാം ഉള്ളത്. ഇതവിടെ വെച്ച് ഫൈസൽ മൗലവി ആവർത്തിച്ചു പറഞ്ഞു. പക്ഷേ കെ എം മൗലവിയുടെയും ഇ കെ മൗലവിയുടെയും ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെയും ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെയും പേരുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്കൊരു മാനസികമായ ബലം കിട്ടണം, അതുകൊണ്ടാകാം ആ പേരുകൾ ആവർത്തിച്ചു എന്നല്ലാതെ അതിൽ നിന്ന് പ്രത്യേകിച്ച് യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്കും എതിരായി ഒരു വരി എന്ന് വേണ്ട ഒരു വാക്ക് ആര് പറഞ്ഞാലും അത് സ്വീകരിക്കുക എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാടല്ല. അതുകൊണ്ടാണ് ആ ലേഖനങ്ങളൊക്കെ പറ്റി പറയേണ്ട കാര്യങ്ങൾ പറയുകയും അതിൻ്റെ മുഖവുരയായി ആമുഖമായി പ്രമാണ നിലപാടാണ് എന്നും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെത് അന്ധമായ അനുകരണം ഇതിൻ്റെ അടയാളമല്ല എന്ന് കൃത്യമായി പറഞ്ഞു പോന്നിട്ടുള്ളത്. പിന്നെയോ ഇത് ഒരു നല്ല ബിദ്അത്തല്ലേ, നല്ല ബിദ്അത്തല്ലേ? അത് പറയാനുള്ള കാരണം എന്തായിരുന്നു? ഇത് ശറഇൽ പെടും എന്ന് പച്ചയായി എഴുതിയവരായിരുന്നു അവർ. ശറഇൽ പെടും, സംശയിക്കേണ്ട, നബിദിനാഘോഷം ശറഇൽ പെടും, വിമർശനം വിവരക്കേട് എന്ന് ലേഖനം എഴുതിയിരുന്നു. അപ്പോ സംവാദത്തിൽ നമ്മളൊരു ചോദ്യമായി തന്നെ ചോദിച്ചു, മതകാര്യത്തിൽ ശറഇൽ നല്ല ബിദ്അത്ത് ചീത്ത ബിദ്അത്ത് എന്ന ഒന്നുണ്ടോ? ഭാഷാപരമായിട്ടല്ല, മതപരമായി, ദുന്യാവിൻ്റെ കാര്യത്തിലല്ല. ദുന്യാവിൽ നല്ലതും ചീത്തയും പറ്റുന്നതും പറ്റാത്തതും ഉണ്ടാകും. പക്ഷേ ശറഇൽ നല്ല ബിദ്അത്ത് ചീത്ത ബിദ്അത്ത് എന്ന ഒരു സംഗതി ഉണ്ടോ? ആ ചോദ്യത്തിനുള്ള മറുപടി നോക്കൂ നിങ്ങൾ.
ആയത്തിനോട് എതിരാകുമ്പോൾ, ഹദീസിനോട് എതിരാകുമ്പോൾ മാത്രമേ പരിശുദ്ധ ഇസ്ലാമിൽ ഒരു കാര്യം എതിർക്കപ്പെടേണ്ടതുള്ളൂ. ഇനി ഭാഷാപരമായി നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അത് ശറഇൽ സുന്നത്താണ്, അത് ശറഇൽ പുണ്യകരമായ കാര്യമാണ്. കേട്ടല്ലോ, ശറഇൽ അനുവദിക്കപ്പെട്ടതും അല്ലാത്തതുമായ ബിദ്അത്തുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ ഉത്തരെന്താ? ഭാഷാപരമായി എന്നാണ്. ഭാഷാപരമായ ചോദ്യമല്ല. എന്നിട്ടോ ഭാഷാപരമായി അത് അനുവദിക്കപ്പെടും, പുണ്യം എന്നാണ്. അതങ്ങനെയാകണമെങ്കിൽ എന്തു വേണം? വിശുദ്ധ ഇസ്ലാമിൽ അടിസ്ഥാനപരമായി ഉള്ളതാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. പുതിയതായി ഉണ്ടാക്കപ്പെട്ടതെല്ലാം അത് അനാചാരമാണ്. എല്ലാ അനാചാരവും വഴികേടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൽ നല്ല ബിദ്അത്ത്, ചീത്ത ബിദ്അത്ത്, നല്ല കാര്യം, ചീത്ത കാര്യം എന്ന ഒന്നില്ല. പരിശുദ്ധ ഇസ്ലാമാണോ അത് മുഴുവൻ നല്ലതാണ്. അതിൻ്റെ പുറത്തുള്ളതാണോ അതിൽ നല്ലതും ചീത്തയും ഉണ്ടാകാം, ആവശ്യമുള്ളതും ഇല്ലാത്തതും ഉണ്ടാകാം. മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന കിതാബിൽ പറഞ്ഞ കാര്യം അവിടെ സംവാദത്തിൽ കൃത്യമായി വായിച്ചു കൊടുത്തു. അദ്ദേഹം വെറും വാക്ക് പറഞ്ഞതല്ല, വയ്യാക്കും വമുഹ്റസാത്തിൽ ഉമൂർ, നിങ്ങൾ സൂക്ഷിക്കണം പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെ. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. തഹദീറുൽ ലിൽ ഉമ്മ, ഇത് ഉമ്മത്തിനുള്ള താക്കീതാണ്. മിൻ ഇത്തിബാഇൽ ഉമൂരിൽ മുഹദസ അൽ മുബ്തദഅ, പുതിയതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളെ പിൻപറ്റി പോവുക എന്നതിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന മുന്നറിയിപ്പാണ്. വഅക്കറ ദാലിക ബിഖൗലിഹി, അദ്ദേഹത്തിന്റെ ഈ വാക്കുകൊണ്ടും ഇത് സ്ഥിരപ്പെടുകയാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന വാക്കുകൊണ്ടും. എന്നിട്ടോ വൽ മുറാദ് ബിൽ ബിദ്അ, ബിദ്അത്തിന്റെ മുറാദ് പറഞ്ഞു, മാ ഉഹദിസ മിമ്മാ ലാ അസ്ല ലഹു ഫി ശരീഅത്തി യദുല്ലു അലൈഹി, അല്ലാഹുവിന്റെ ദീനിൽ അടിസ്ഥാനപരമായി ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കപ്പെട്ടാൽ അതാണ് ബിദ്അത്ത്. ഫഅമ്മാ മാ കാന ലഹു അസ്ലുൻ മിന ശറഅ, എന്നാൽ ശറഇൽ ഉള്ളതാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതോ നിർദ്ദേശിച്ചതോ ആയ കാര്യമാണോ, അതാണെങ്കിൽ ഫലൈസ ബിബിദ്അത്തിൻ ശറഅൻ, അത് ശറഇയായി ബിദ്അത്തല്ല. വൈൻ കാന ബിദ്അത്തൻ ലുഗതൻ, അത് ലുഗവിയായ ഒരു ബിദ്അത്താണ്. ഇപ്പൊ ഉദാഹരണം, ഈ ഒരു സംഗതി ജനങ്ങൾക്ക് ദീനി എത്തിച്ചു കൊടുക്കലാണ്. ഈ എത്തിച്ചു കൊടുക്കുന്ന ഈ സംവിധാനങ്ങളും സൗകര്യങ്ങളും ശറഇയായി എതിരുള്ളതല്ല, അത് വിലക്കുള്ളതല്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇതിനോട് സാമ്യപ്പെടുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവിടുന്നിന്റെ ജന്മദിനത്തിന്റെ പേരിൽ എന്താ അവിടെ ചെയ്തത്? എന്തെങ്കിലും ഒരു സൂചന പറഞ്ഞോ? എന്തെങ്കിലും ആംഗ്യം കാണിച്ചോ? ഇല്ല. ഇല്ലാത്ത ഒരു കാര്യത്തെ പുതിയതായി ഉണ്ടാക്കുകയും അത് ശറഇൽ നല്ല ബിദ്അത്താണെന്ന് വാദിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ശറഇനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കാത്ത വിധം അനാചാരങ്ങൾക്ക് ഈ ആളുകൾ അടിയപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ശറഇന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ നല്ല ബിദ്അത്ത്, ചീത്ത ബിദ്അത്ത് എന്ന ഒരു സംഗതിയല്ല, ഇല്ല. ദീനിന്റെ മറവിൽ, ദീനിന്റെ പേരിൽ ആരുണ്ടാക്കിയാലും കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കാണ് എന്ന മുന്നറിയിപ്പിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീദിനെ നാം ഗൗരവത്തിൽ കാണണം. ഇൻഷാ അല്ലാഹ് നിസ്കാര ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, നബിദിനാഘോഷം ദുരാചാരമാണ്, ഉത്തമ തലമുറയിൽ ഇല്ലാത്തതും അവർ പഠിപ്പിക്കാത്തതുമായ കാര്യമാണ്. ആ വിഷയത്തിലൂന്നിയ ചർച്ചയിൽ അതിനെ പുണ്യകർമ്മമാണ് എന്ന് സ്ഥാപിക്കാനും തെളിയിക്കാനും ശ്രമിച്ചവരുടെ പരാജയം, അല്ലെങ്കിൽ പ്രമാണങ്ങൾക്ക് മുമ്പിലുള്ള അവരുടെ പതനം ഓരോ സന്ദർഭങ്ങളിലും എപ്രകാരമായിരുന്നു എന്നതാണ് സൂചിപ്പിച്ചു വന്നത്. 10 വീതം ചോദ്യങ്ങൾ, വാദങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇരുകൂട്ടരും ചോദിക്കുക എന്നതായിരുന്നു തീരുമാനിക്കപ്പെട്ട കാര്യം.
അവരുടെ ഭാഗത്ത് നിന്ന് 9 ചോദ്യങ്ങൾ ഉണ്ടാവുകയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിഷയബന്ധിതമായി 10 ചോദ്യങ്ങൾ അങ്ങോട്ട് നൽകുകയും ചെയ്തു. ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു, ഈ ദുരാചാരത്തിന് തെളിവായി ശപിക്കപ്പെട്ട അബൂലഹബിൻ്റെ വാക്ക് ഉന്നയിക്കാറുണ്ട്, ഉയർത്തിക്കാണിക്കാറുണ്ട്. അബൂലഹബിലൂടെ ഒരു വിശ്വാസകാര്യം, ഒരാരാധന സ്ഥിരപ്പെട്ട് കിട്ടുക എന്നത് ഇസ്ലാമിൻ്റെ നയത്തിൽപ്പെട്ടതല്ല. പ്രത്യേകിച്ച് പരലോകത്ത് വരാനുള്ള, സംഭവിക്കാനുള്ള വിഷയങ്ങൾ. നരകത്തിൽ അബൂലഹബിന് ശിക്ഷയിൽ ഇളവ് നൽകപ്പെടും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിൽ സന്തോഷിച്ച് അടിമയെ മോചിപ്പിച്ചതിൻ്റെ കാരണമാണ്. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ അടക്കം അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. സ്വാഭാവികമായും വിഷയത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് മുന്നിൽ വെച്ചൊരു ചോദ്യം, അതിൻ്റെ മറുപടി എന്തായിരിക്കും? നബിദിനാഘോഷം മൂല്യമുള്ള ഇബാദത്ത് എന്നാണല്ലോ സമസ്ത പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതോ പ്രവർത്തിച്ചതോ അംഗീകരിച്ചതോ ആകണം, വഹയിലൂടെ കിട്ടിയതാകണം. അതല്ലാത്ത ഒന്ന് ഇബാദത്തായി പരിഗണിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം അത് വഹയിലൂടെ മാത്രം കിട്ടേണ്ടതാണ്. സ്വർഗത്തിലുള്ളതും നരകത്തിലുള്ളതുമായ കാര്യങ്ങൾ. അപ്പോൾ അബൂലഹബിന് നരകത്തിൽ ശിക്ഷയിൽ ഇളവുണ്ട് എന്ന് അബൂലഹബ് സ്വപ്നം കണ്ടതായി അബൂലഹബ് എന്നെ പറഞ്ഞു. അത് തെളിവാക്കിയിട്ടാണ് ഇല്ലാത്ത ആഘോഷം കൊണ്ടാടുന്നത്. കൃത്യമായി ചോദിച്ചു, ഇത് അബൂലഹബല്ലാതെ ആര് പറഞ്ഞു, ആര് ഉദ്ധരിച്ചു എന്നല്ല, ആര് എവിടെ എത്ര തവണ ഉദ്ധരിച്ചു എന്നല്ല ചോദ്യം. അങ്ങനെയാണ് ചോദ്യമെങ്കിൽ കുറേ ഇമാമുമാരുടെ പേരുകൾ പറയാം, കുറേ ഗ്രന്ഥങ്ങളുടെ പേരുകൾ പറയാം. ചോദ്യം എന്തായിരുന്നു? അബൂലഹബല്ലാതെ ഈ കാര്യം ആര് പറഞ്ഞു എന്നായിരുന്നു. അത് കുറിക്കൊണ്ട ഒരു ചോദ്യമായിരുന്നു, മർമ്മത്തിൽ തട്ടുന്ന ഒരു ചോദ്യമായിരുന്നു. എന്തായിരുന്നു അവരുടെ ഭാഗത്തെ ഉത്തരം? അതൊന്ന് കേൾക്കുക. അബൂലഹബിന്റെ ആ വിഷയം അബൂലഹബല്ലാത്ത ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ശരി, അബൂലഹബല്ലാതെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചോദ്യം അദ്ദേഹം തന്നെ ആവർത്തിച്ചു. എന്നിട്ട് ഉത്തരമായി പറഞ്ഞതോ അബൂലഹബ് പറഞ്ഞതിനെ ഇമാം ബുഖാരി ഉദ്ധരിച്ചത്. ആലോചിക്കണം, ചോദ്യം എന്താണോ അതിനല്ല മറുപടി. എന്തുകൊണ്ട്? അതിന് മറുപടി കിട്ടുകയില്ല. ലോകം മുഴുവൻ പരതിയാലും മറുപടി കിട്ടുകയില്ല. അബൂലഹബല്ലാതെ വേറെ ഒരാളും അത് പറഞ്ഞിട്ടില്ല. ഉറപ്പുള്ള കാര്യമാണ്. അബൂലഹബ് സ്വപ്നം കണ്ട കാര്യം അയാൾ തന്നെ പറഞ്ഞത് പലരും ഉദ്ധരിച്ചു. ആ ഉദ്ധരണി ഇസ്ലാമിൽ തെളിവല്ല, അതിനെ എടുക്കാനും പറ്റൂല. ഇനി ഇമാം ബുഖാരി റഹിമഹുല്ലാ അത് മീലാദ്, ജന്മദിനം, അതുമായി ബന്ധപ്പെട്ട അധ്യായത്തിലല്ല, കിതാബുൻ നിക്കാഹ്,
കല്യാണവുമായി ബന്ധപ്പെട്ട അധ്യായത്തിലാണ്. എന്തിനാ കൊണ്ടുവന്നത്? സുവൈബ എന്ന അടിമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തെളിയിക്കാനാണ്. സുവൈബ എന്ന അടിമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തെളിയിക്കാൻ, സുവൈബയുടെ പേര് വേറെ എവിടെങ്കിലും വന്നിട്ടുണ്ടോ അത് തെളിയിക്കാൻ വേണ്ടി സനദില്ലാത്ത ഒരു വാചകം ഇമാം ബുഖാരി കൊണ്ടുവന്നതാണ്. അപ്പൊ വിഷയത്തിന് തെളിവല്ല, തെളിവാക്കിയ വ്യക്തിയും ശരിയല്ല. അതുകൊണ്ടാണ് അബൂലഹബല്ലാതെ ആര് പറഞ്ഞു എന്ന ചോദ്യം കേട്ടപ്പോ മനസ്സാകെ ഒന്ന് പടഞ്ഞു, തൊണ്ടയിടറി. എന്നിട്ടോ ഇന്ന ഇന്ന കിതാബിലൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചോദിക്കണം, അബൂലഹബല്ലാതെ ആര് പറഞ്ഞു ഇത്? ഒരവിശ്വാസിയായ മനുഷ്യന്റെ കാര്യമാണോ? സ്വർഗത്തിലും നരകത്തിലും നടക്കുന്ന കാര്യങ്ങളെ തെളിയിക്കാനുള്ള രേഖ അവിശ്വാസിയായ അബൂലഹബിന്, ശപിക്കപ്പെട്ട അബൂലഹബിന് എപ്പോഴാ വഹി കിട്ടിയത്? ജിബ്രീൽ അലൈഹിസ്സലാമയിലൂടെ വഹി കിട്ടിയിട്ടുണ്ടോ? ഒരു സ്വപ്ന കഥയാണ്. അതൊരിക്കലും തെളിവായി നമുക്ക് എടുക്കാനോ അംഗീകരിക്കാനോ കഴിയില്ല. എന്തുകൊണ്ട്? ഇത് മൂല്യമുള്ള ഇബാദത്ത് എന്നാണ് ഇവർ തന്നെ സുന്നി അഫ്കാർ 2023 സെപ്റ്റംബർ 16 എന്താണ് അതിൽ വന്നത്? മൗലിദാഘോഷം മൂല്യമുള്ള ഇബാദത്ത്. മൂല്യമുള്ള ഇബാദത്താകണമെങ്കിൽ അത് വഹയിലൂടെ സ്ഥിരപ്പെട്ട കാര്യമായിരിക്കണം. അതുകൊണ്ട് അത്തരം തെളിവുകൾ ഉദ്ധരിച്ച് ഇനി ആളുകളെ പറ്റിക്കരുത്. മറ്റൊരു ചോദ്യം എന്തായിരുന്നു? ഈസാ നബി അലൈഹിസ്സലാമിയെ കുറിച്ച് റഹ്മത്ത് എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. റഹ്മത്തം മിന്നാ, നമ്മിൽ നിന്നുള്ള കാരുണ്യമാണ് ഈസാ നബി അലൈഹിസ്സലാമിയെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അങ്ങയെ ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്നും കാണാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്താണ് എന്ന മാനദണ്ഡം പരിഗണിച്ച് ആ ജന്മദിനം കൊണ്ടാടാമെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാം റഹ്മത്താണെന്ന മാനദണ്ഡം വെച്ചുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം? ക്രിസ്മസും കൊണ്ടാടാലോ. ആ നിലക്കൊരു ചോദ്യം കൊടുത്തു. എന്തായിരുന്നു ആ ചോദ്യത്തിന്റെ പ്രതികരണം? നോക്കൂ. ഇനിയിപ്പോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റഹ്മത്താണോ, ക്രിസ്മസ് ആഘോഷിക്കുമോ എന്നാണ്. അപ്പൊ നബിദിനം ഒക്കെയാണ്, ഈ ക്രിസ്മസിന്റെ കാര്യത്തിൽ ആശങ്കയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട മൗലവി, ഈസാ നബിയും ക്രിസ്തുമസും തമ്മിൽ എന്താ ബന്ധം? ഏറ്റവും ചുരുങ്ങി ചോദിക്കുമ്പോ അതെങ്കിലും ആലോചിക്കണ്ടേ? ഇനി അവിടെ നിൽക്കട്ടെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, ആ റഹ്മത്തിലോ വിശുദ്ധ ഖുർആൻ ആമായി പറഞ്ഞ, പൊതുവായി പറഞ്ഞ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന റഹ്മത്തിന്റെ നിർവചനത്തിലോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏത് മുഫസ്സിറാ ഉൾപ്പെടുത്തിയത്? കേട്ടല്ലോ. എന്തിനാ മുഫസ്സിർ ഉൾപ്പെടുത്തുന്നത്? അള്ളാഹുവിന്റെ കലാമാണ്. റഹ്മത്തം മിന്നാ, നമ്മിൽ നിന്നുള്ള കാരുണ്യമാണ്. മറുപടി പറഞ്ഞു ഇരുന്നപ്പോൾ ഫൈസൽ മൗലവി ചോദിച്ചു, അല്ല, ഖുർആൻ പറഞ്ഞ ഈ കാര്യം നിങ്ങൾ അംഗീകരിക്കൂലേ? റഹ്മത്തം മിന്നാ എന്ന് ഖുർആനിലില്ലേ? അംഗീകരിക്കൂലേ? അപ്പോ പരിഹാസ രൂപേണ പറയാ, ഈസാ നബിയും ക്രിസ്മസും ഈസാ നബിയുടെ ജന്മവും എന്താണ് ബന്ധം? എന്തിനാ ഇവിടെ ക്രൈസ്തവർ ക്രിസ്മസ് കൊണ്ടാടുന്നത്? എന്താ അതിൻ്റെ ഐതിഹ്യം, ചരിത്രം എന്താണ്? ഈസാ നബി അലൈഹിസ്സലാമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് മറ്റുമൊക്കെ ആ പ്രവാചകനുമായി ബന്ധപ്പെട്ട് അവർ കൊണ്ടാടുന്ന ആഘോഷമാണ്. ജനനവുമായി ബന്ധപ്പെട്ട്, മരണവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ആചാരങ്ങൾ, ആഘോഷങ്ങൾ അവർക്കുണ്ട്. അത് ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി പിൻപറ്റി പല ആണ്ടുകളും ഉറൂസുകളും ഇവിടെ മുസ്ലിയാക്കന്മാർ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശിബറൻ ബിശിബർ വദിറാഅൻ ബിദിറാ, ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി പിൻപറ്റും. ഈ ചോദ്യം വെറുതെ ഉന്നയിച്ചതല്ല. ഈ പുസ്തകം അവിടെ കാണിച്ചു. ഇത് സമസ്തയിൽപ്പെട്ട ഒരു മുതിർന്ന ഫൈസി എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ എല്ലാ പ്രവാചകന്മാരുടെ വിഷയത്തിലുമുണ്ട്. ആ പുസ്തകത്തിന്റെ 20-ാമത്തെ പേജിൽ മഹാനായ ആദം നബി അലൈഹിസ്സലാം അഥവാ യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയുടെ ഫضل പറയുകയാണ്. വഫീഹി ഉലിദ ആദം, ആദം നബി അലൈഹിസ്സലാം പ്രസവിക്കപ്പെട്ടു.
ജനിക്കപ്പെട്ടത് അന്നാണ്. എന്നിട്ടോ തശ്രീഫുസ്സമാൻ അല്ലദീ ثبت أنه ميلاد لأي نبي من الأنبياء. പ്രവാചകന്മാരിൽ ഏത് പ്രവാചകനാകട്ടെ ആ പ്രവാചകന്റെ പിന്നെ സമാനിന് തശ്രീഫ് കൊടുക്കണം, ആദരവ് കൊടുക്കണം എന്നാണ്. അപ്പൊ ഏത് പ്രവാചകനാണെങ്കിലും ആദരവ് കൊടുക്കണമെന്ന് മുസ്ലിയാക്കന്മാർ തന്നെ എഴുതി വെച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ മാത്രമല്ല, ഈ പുസ്തകത്തിൽ എഴുതിയ കാര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ ചോദ്യം ഉന്നയിച്ചത്. അപ്പൊ എന്താ മറുപടി? അങ്ങ് റഹ്മത്താണ് അവിടെ ഉള്ളത്, എന്താണ് ബന്ധം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പരിഹസിച്ച് ഊരിച്ചാടുക എന്നല്ലാതെ കൃത്യമായ ഒരു മറുപടി നൽകാൻ ആ ചോദ്യത്തിന്റെ വിഷയത്തിലും സാധിച്ചിട്ടില്ല. എല്ലാം വ്യക്തമാണ്. റഹ്മത്ത് വ്യക്തമാണ്. രണ്ട് പ്രവാചകന്മാരും ഉലുൽ അസ്മിൽ പെട്ടവരാണ്. ഇനിയോ ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുൽ, പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല എന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. ഒരേ കാരണത്തിൽ ഒരു പ്രവാചകന്റെ പേരിൽ മാത്രം ആഘോഷിക്കുകയും മറ്റു പ്രവാചകന്മാരുടെ പേരിൽ അതില്ലാതാക്കുകയും ചെയ്യുക എന്നത് ഭൂഷണമല്ല. അപ്പൊ അത് വെച്ചാ ചോദിച്ചത്. ആ ചോദ്യത്തിൻ്റെയും ഉത്തരത്തിൻ്റെ കോലം അതായിരുന്നു. പിന്നെയോ സൂറത്ത് യൂനിസിലെ ആയത്ത് ഖുൽ ബിഫദ്ലില്ലാ എന്ന ആയത്ത്, അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത വിശദീകരണങ്ങൾ കാണാം. ആ വിശദീകരണങ്ങളിൽ ഒന്നായിരുന്നു ഫദ്ൽ എന്ന് പറഞ്ഞാൽ ആയത്തിലെ ഫദ്ൽ എന്നതിൻ്റെ താല്പര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റഹ്മത്ത് എന്നതിൻ്റെ താല്പര്യം അലി റളിയല്ലാഹു അൻഹു ആണ്. ഈ നിലക്കൊരു വിശദീകരണം വന്നതായി കാണാം. അവർ തന്നെയും അംഗീകരിക്കുന്ന ഇമാം സുയൂത്തി റഹിമഹുള്ളയുടെ അദ്ദുററുൽ മൻസൂർ എന്ന തഫ്സീറിൽ ഈ കാര്യമുണ്ട്. ഇങ്ങനെ ഫദ്ലിനെ കുറിച്ചും റഹ്മത്തിനെ കുറിച്ചും വ്യത്യസ്തമായ വീക്ഷണങ്ങൾ, അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ഖുർആൻ ആഘോഷം, ഒരു ഇസ്ലാം ആഘോഷം, അലി റളിയല്ലാഹു അൻഹുവിന്റെ മീലാദ് ആഘോഷം, ഇങ്ങനെയെല്ലാം ആഘോഷിക്കണ്ടേ? ഈ ആയത്തിന്റെ പരിധിയിൽ ഇതൊക്കെ വരുമെന്ന് അഭിപ്രായങ്ങളിൽ കാണാം എന്ന് ചോദിച്ചപ്പോ അതിന്റെ മറുപടിയും രസകരമായിരുന്നു. അതൊന്ന് കേൾക്കുക. പിന്നെ അലി റളിയല്ലാഹു അൻഹു റഹ്മത്തിന്റെ താരീഫിൽ അലി റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ എന്ന് എന്റെ പ്രിയപ്പെട്ട മൗലവി ഇങ്ങനെ ഉരുണ്ടുമറിയാനായിട്ട് ഓരോന്ന് പറയരുത്. ആ തഫ്സീർ വളരെ ഗരീബാണെന്നും അത് വളരെ വളരെ ഗരീബായ റിവായത്താണ് എന്നൊക്കെ മുഫസ്സിറുകൾ തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലേ? കേട്ടല്ലോ, അത് ഗരീബായ അഭിപ്രായമാണ്. ഗരീബ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ടതാണ്, സ്വീകരിക്കാൻ പാടില്ലാത്ത അഭിപ്രായം. തഫ്സീർ ഏതാ? അദ്ദുററുൽ മൻസൂർ. ആരാ എഴുതിയത്? ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ്. മുസ്ലിയാക്കന്മാർക്ക് തള്ളാൻ പറ്റൂല, അവർക്ക് വേണ്ടപ്പെട്ട ഇമാമാണ്. ഈ ആയത്തിനെ വിശദീകരിക്കവേ അദ്ദേഹം പറഞ്ഞ കാര്യം നോക്കൂ നിങ്ങൾ. ഫദ്ലുല്ലാ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, അതേപോലെ തന്നെ അള്ളാന്റെ കിതാബും ഇസ്ലാമുമാണ്. ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവസാനത്തിൽ കാണാ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഖുൽ ബിഫദ്ലില്ലാ, ഫദ്ലില്ല എന്ന് പറഞ്ഞാൽ ഖാല അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇനി അതിന്റെ ബാക്കി എന്താ? വബി റഹ്മത്തിഹി, റഹ്മത്തിഹി എന്ന് പറഞ്ഞാലോ ഖാല അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഒറ്റ റിവായത്ത്, ഒറ്റ ഉദ്ധരണിയാണ്. രണ്ട് ഉദ്ധരണിയായിരുന്നെങ്കിൽ, അഥവാ രണ്ട് റിപ്പോർട്ടുകളിൽ വന്ന കാര്യമായിരുന്നെങ്കിൽ ഒന്ന് ഗരീബാണ്, ഒന്ന് ശരിയാന്ന് പറയാം. ഇത് ഒറ്റ റിവായത്ത്, ഒറ്റ റിപ്പോർട്ടാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്ന ഒറ്റ ഉദ്ധരണിയാണ്. ആ ഉദ്ധരണിയുടെ പകുതി ഫദ്ലിനെ കുറിച്ചാണ്, പകുതി റഹ്മത്തിനെ കുറിച്ചാണ്. എങ്ങനെയാ സഹോദരങ്ങളെ പകുതി എടുക്കാവുന്നതും പകുതി പറ്റാത്തതുമായി മാറുക? ഇതല്ലേ വിഡ്ഢിത്തമെന്ന് പറഞ്ഞാൽ? ഇതാണോ മറുപടിയായി പറയേണ്ടത്? ഈ രൂപത്തിൽ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ടാൽ അണികൾക്ക് മുമ്പിൽ കാര്യം സാധിക്കാം, മുമ്പിൽ വന്നിരിക്കുന്നവരെ സമാധാനപ്പെടുത്താം എന്ന് വിചാരിച്ചത് കൊണ്ടാകാം. ആ സംവാദത്തിൽ ഫൈസൽ മൗലവി പ്രതികരിച്ചു പറഞ്ഞു,
അല്ല പകുതി പറ്റാത്തതും പകുതി പറ്റുന്നതും അതെന്താ മാനദണ്ഡം? അതെങ്ങനെ ശരിയാകും? ഗരീബാണെങ്കിൽ മുഴുവൻ ഗരീബല്ലേ? അപ്പൊ ഇവർ വാദം പൊളിഞ്ഞു. ഈ ആയത്ത് പ്രകാരം തെളിവെടുക്കൽ ഗരീബായ റിപ്പോർട്ടാണ്, പറ്റില്ല പാടില്ലാത്ത റിപ്പോർട്ടാണ്, അതുകൊണ്ട് പൊളിഞ്ഞു എന്ന് കിട്ടും. ഇതാണ് സഹോദരങ്ങളെ തെളിവായി പറഞ്ഞതും ഉത്തരമായി പറഞ്ഞതുമായ കാര്യങ്ങളുടെ അവസ്ഥ ഇതാണ്. എന്നിട്ടാണ് ഉജ്ജ്വല വിജയം. ശരി, വിജയിച്ചോളി, ഒരു കുഴപ്പമില്ല. ഈ നിലക്കുള്ള മറുപടികൾ പറഞ്ഞല്ലേ വിജയിച്ചത്. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമല്ല, ഒരു പ്രശ്നമല്ല. കാരണം പ്രമാണത്തിന്റെ കൂടെ നിൽക്കാൻ വബില്ലാഹി തൗഫീഖ് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ സംവാദം മുഴുക്കെ അതിൻ്റെ മണിക്കൂറുകൾ ഒന്നൊഴിയാതെ കേട്ടാൽ, അത് കേട്ട് കഴിയുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലുറപ്പിച്ചു പറയാം, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമ തലമുറയെന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർക്ക് പരിചയമില്ലാത്ത ഒരു ഇബാദത്ത്, പരിചയമില്ലാത്ത ഒരു പുണ്യകർമ്മം, പരിചയമില്ലാത്ത ഒരു ഈദ് ആഘോഷം ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾ വിരമിക്കുന്നു, തൗബ ചെയ്തു മടങ്ങുന്നു എന്ന് മനസ്സിൽ ഈമാൻ ബാക്കിയുള്ള ഏതൊരാൾക്കും പറയത്തക്ക രൂപത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന വൈജ്ഞാനികമായ ഒരു സംവാദമാണത്. അത്രേ പറയാനുള്ളൂ. ഇനിയോ ഏറ്റവും രസകരമായ ഒരു മറുപടി ഉണ്ട്. അതെന്താ? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം നടന്ന രാത്രി അത് ലൈലത്തുൽ ഖദറിനേക്കാൾ പോരിശയാക്കപ്പെട്ട രാത്രിയാണ്. അതാണ് ഇവർ പറയാറുള്ളത്. ഇസ്ലാമിൽ അങ്ങനെയില്ല. ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട രാത്രി ഏതാ? അത് ലൈലത്തുൽ ഖദറാണ്. അതിനേക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട രാത്രിയില്ല. ദിക്റുകൾ കൊണ്ടും ഇബാദത്തുകൾ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നിറയേണ്ട രാത്രിയാണത്. അപ്പോ ഇങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ പോരിശകൾ പറയാൻ എന്താണ് തെളിവ്? ഉത്തമ തലമുറയിൽ ആരാണ് പഠിപ്പിച്ചത് എന്ന ചോദ്യം കൊടുത്തു. ആ ചോദ്യം കൊടുത്തപ്പോ അതിന്റെ ഉത്തരം നോക്കൂ നിങ്ങൾ. പിന്നെ ആരാണ് ഇത് പുണ്യമുള്ളതാണ്, ആരെങ്കിൽ പുണ്യമുള്ളതാണോ എന്ന്, ഈദാണോ എന്ന് നിങ്ങൾ ചോദിച്ചല്ലോ അഫ്ദലിയത്തിന്റെ കാര്യം. നിങ്ങളുടെ സാക്ഷാൽ ഇബ്നു തൈമിയെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം സാദുൽ മആദിൽ രേഖപ്പെടുത്തുകയാണ്, ഇന്ന ലൈലത്തുൽ ഇസ്റാഇ ഫീ ഹഖ്ഖിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു മിൻ ലൈലത്തുൽ ഖദ്രി. ലൈലത്തുൽ ഖദ്റിനേക്കാൾ ലൈലത്തുൽ ഇസ്റാഇന് നബി തങ്ങൾക്ക് പുണ്യമുണ്ട്. നബി തങ്ങളുടെ ഹക്കിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അത് പുണ്യകരമാണ്. കേട്ടല്ലോ നിങ്ങൾ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞു എന്ന് പറഞ്ഞ് അത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ സാദുൽ മആദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് വെടിയാണ് പൊട്ടിക്കുക. എന്തൊരു കഷ്ടായി ഇതൊക്കെ. ഈ കിതാബ് കാണാതെ പോകുമെന്നാണോ വിചാരിച്ചത്? ആ കിതാബ് കയ്യില്ല എന്നാണോ കരുതിയത്? സഹോദരങ്ങളെ, സാദുൽ മആദി എന്ന കിതാബ് ഇതാണ്. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ നിലപാടായി പറയാത്ത, അദ്ദേഹത്തിന് അഭിപ്രായമില്ലാത്ത, വിശ്വാസമില്ലാത്ത ഒരു കാര്യം അദ്ദേഹത്തിന്റെ വാദമായി പറയാൻ നിങ്ങൾക്ക് മടിയില്ലാതെ പോയല്ലോ, ലജ്ജയില്ലാതെ പോയല്ലോ. ഈ ചർച്ച എവിടെയാണ്? സാദുൽ മആദി എന്ന കിതാബിലെ 2-ാമത്തെ അധ്യായത്തിലാണ് ഈ ചർച്ച. എന്താ ചർച്ച? ശൈഖുൽ ഇസ്ലാമിനോടൊരു ചോദ്യം. എന്താ ചോദ്യം? ലൈലത്തുൽ ഇസ്റാഇ അഫ്ളൽ മിൻ ലൈലത്തുൽ ഖദർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാപ്രയാണം നടത്തിയ രാത്രിയാണോ ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമുള്ള രാത്രി? അതല്ല, ലൈലത്തുൽ ഖദറാണോ ശ്രേഷ്ഠമുള്ളത്? ഫഅയ്യുഹുമൽ മുസീബ്, ഏതാണ് ശരി? എന്നിട്ട് ഫഅജാബ, അതിന് ഉത്തരം കൊടുത്തു. അതിന് ഉത്തരം കൊടുത്ത 25 വരികൾ മറച്ചു വെച്ചുകൊണ്ട്, ആ 25 വരികൾ പൂഴ്ത്തി വെച്ചുകൊണ്ട്, ആ 25 വരികളെ കട്ടുമാറ്റിയിട്ടല്ലേ അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലാത്ത, അദ്ദേഹത്തിന്റെ വാദമല്ലാത്ത ഒരു കാര്യം സദസ്സിനെ വായിച്ച് കേൾപ്പിച്ച് സായുജ്യമടയാൻ നോക്കിയത്, മനസ്സമാധാനം കൊള്ളാൻ നോക്കിയത്? ഖുർആനിന്റെ പേരിൽ കളവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ പേരിൽ കളവ്, ഉത്തമ തലമുറയിൽ ജീവിച്ചവരുടെ പേരിൽ കളവ്, അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരുടെ പേരിൽ കളവ്. ഇതല്ലേ നിങ്ങളുടെ സ്വഭാവം? എന്നിട്ട് ഉജ്ജ്വല വിജയം. ശരിയാണ്, കബളിപ്പിക്കലും കോട്ടിമാട്ടലും കട്ടുമുറിക്കലും മറച്ചുവെക്കലുമായി
നിങ്ങൾ വിജയം നേടിയിട്ടുണ്ട്, ഒരു സംശയവുമില്ല. എന്താണ് അയാൾ വായിച്ച ഇന്ന ലൈലത്തുൽ ഇസ്റാ എന്ന വാക്കിന്റെ മുമ്പ് എന്താ അറിയോ? വഖദ് ഖാല ബഅദുന്നാസ്, വഖദ് ഖാല ബഅദുന്നാസ്, ചില ആളുകൾ പറഞ്ഞിരിക്കുന്നു, ചില ആളുകൾ വാദിച്ചിരിക്കുന്നു. ഏതോ ചില ആളുകൾ വാദിച്ചതും ജൽപ്പിച്ചതുമായ കാര്യം അങ്ങനെ ഉണ്ട്. അങ്ങനെ വാദിച്ചവരും പറഞ്ഞവരുമുണ്ട്, സൂഫികളും ഷിയാക്കളുമുണ്ട്. ആ കാര്യം രണ്ട് വരിയിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ള എടുത്തു കൊടുത്തത് ഇപ്പുറത്ത് 25 വരികൾ മറച്ചു വെച്ചുകൊണ്ട് വായിച്ച നിങ്ങൾ തന്നെയാണ് വിജയിക്കുക, നിങ്ങൾ തന്നെ വിജയിക്കുക, സംശയമൊന്നുമില്ല. എന്നിട്ടോ ഇവിടെ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാമി കൊടുത്തതിൽ പറയുന്നുണ്ട്, സ്വഹാബത്തിന് അങ്ങനെ വാദമില്ല, പ്രമാണങ്ങളിൽ എവിടെയുമില്ല, താബീങ്ങൾക്ക് വാദമില്ല, അവരെ പിൻപറ്റി വന്നവർക്ക് വാദമില്ല. എത്ര വ്യക്തമാണെന്നറിയോ? അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ ഈ രൂപത്തിൽ കബളിപ്പിച്ചാണ് നിങ്ങൾ കാര്യം നേടാൻ നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുജാഹിദുകൾക്ക്, സലഫികൾക്ക്, അഹ്ലുസുന്ന വൽ ജമാഅയുടെ യഥാർത്ഥ ധാരയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ആവർത്തിച്ച് പറയാനുള്ളത്, ഇത് അനാചാരമാണ്, ദുരാചാരമാണ്. ഇതിനു വേണ്ടി ഇവർ കൊണ്ടു നടക്കുന്ന നിഅമത്തുൽ കുബ്ര, അതുപോലെ തന്നെ ഇആനത്തുൽ ത്വാലിബീൻ, 2 കിതാബുകൾ. ആ കിതാബിൽ ഹസനുൽ ബസരി റഹിമഹുള്ളയുടെ പേരിൽ കളവുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഇവരൊക്കെ മീലാദിന് വേണ്ടി അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ എഴുതപ്പെട്ട ഈ 2 കിതാബുകൾ, ആ 2 കിതാബുകൾ എടുത്തുകാട്ടി ചോദിച്ചു, പറയൂ എവിടെയാണ് ഇതിന്റെ സനദുള്ളത്, ഇതിന്റെ പരമ്പരയുള്ളത്? മണിക്കൂറുകൾ നീണ്ട ആ ചർച്ചയിൽ 1 മിനിറ്റ് എടുത്തെങ്കിൽ പോലും, ഒരൊറ്റ മിനിറ്റ് ഉപയോഗിച്ച് പോലും ആ നിഅമത്തുൽ കുബ്രയെ കുറിച്ചോ ഇആനത്തുൽ ത്വാലിബീനെ കുറിച്ചോ കാമാമിണ്ടാൻ തയ്യാറായിട്ടില്ല. പ്രതിക്കൂട്ടിലാണ് നിങ്ങൾ, വിചാരണ കോടതിയിലാണ് നിങ്ങൾ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഉജ്ജ്വല വിജയം അവകാശപ്പെടാൻ സാധിക്കുക? ഇതൊന്നും സഹോദരങ്ങളെ മറച്ചു വെക്കേണ്ട കാര്യങ്ങളല്ല. ഇത് ഇങ്ങനെ സമൂഹത്തോട് പറയാൻ അവസരം ഒരുക്കിയത് അവർ തന്നെയാണ്. അൽഹംദുലില്ലാ. തീർന്നില്ല. ഇന്നലത്തെ സുപ്രഭാതത്തിൽ ഒരു മാരകമായ അപകടമുണ്ട്. ആ വരികൾ കൂടി വായിച്ച് ഈ ഉള്ളവൻ അവസാനിപ്പിക്കുകയാണ്. എന്താ അറിയോ? വൈവിധ്യങ്ങൾക്ക് കാവലിരിക്കാം. സമസ്തയുടെ സംസ്ഥാന നേതാക്കളിൽപ്പെട്ട ഒരാൾ എഴുതിയ ലേഖനമാണ്. വൈവിധ്യങ്ങൾക്ക് കാവലിരിക്കാം. എന്താ അറിയോ? തനിച്ച കറുത്ത സൂഫിസം അഥവാ എല്ലാ കറുത്തിലുണ്ട ആചാരങ്ങൾക്കും ആഘോഷങ്ങൾക്കും കാവലിരുന്നു പോകാം. ഇതിൽ അവസാനിപ്പിക്കുന്ന ഭാഗത്ത് നോക്കൂ നിങ്ങൾ. സാമുദായിക സൗഹൃദം കാണാൻ എന്നും മുന്നിൽ നിന്ന പ്രസ്ഥാനമാണ് കേരള ജംഇയ്യത്ത്, ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എന്നിട്ട് നബിദിനാഘോഷം, നേർച്ച പോലെയുള്ള കാര്യങ്ങൾ അത് മറ്റു സമുദായങ്ങളെ കൂട്ടിപ്പിടിച്ച് നമുക്ക് നടത്തണം. ഇത് നേർച്ചയും നബിദിനവും. സഹോദരങ്ങളെ, നേർച്ച ഇസ്ലാമിൻ്റെ ഇബാദത്താണ്. ആ ഇബാദത്തിനെ മറ്റു ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളെ കൂട്ടുപിടിച്ചാണോ നാം നിർവഹിക്കേണ്ടത്? അങ്ങനെ ഒരു സൗഹൃദമാണോ ഇസ്ലാം പഠിപ്പിച്ചത്? ഒരിക്കലുമല്ല. നബിദിനാഘോഷം ഇബാദത്താണെങ്കിൽ ആ ഇബാദത്തിനെ ഈ നിലക്കാണോ ആഘോഷിക്കേണ്ടത്? അല്ല. അത്രമാത്രം വലിയ അപകടത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സംസ്കാരത്തിലൂടെയാണ് ഉസ്താദുമാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കരുതിയിരിക്കുക, ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള സംസാരം ഇതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളെയും കൃത്യമായി തുറന്നു കാണിച്ചുകൊണ്ട് ബഹുമാനനായ താരിഖ് സ്വലാഹിയുടെ അവതരിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.